ഇന്നത്തെ എപ്പിസോഡിൽ അലീനയും ബാലചന്ദ്രനും സംസാരിക്കുകയാണ്. ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, നീ അങ്ങനെയല്ലല്ലോ പറയേണ്ടത്, ആ ശരണ്യയ്ക്ക് വേണ്ടി ഒരു 15 ലക്ഷം രൂപ അച്ഛൻ മാറ്റി വെക്കണം എന്നാണല്ലോ പറയേണ്ടത്. പക്ഷെങ്കിൽ അലീന പറയുന്നുണ്ട്, അങ്ങനെ എനിക്ക് അച്ഛനോട് പറയാൻ പറ്റില്ലല്ലോ, എനിക്കതിന് പേടിയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട, അവൾ പഠിച്ചൊരു ഡോക്ടർ ആവുകയാണെങ്കിൽ ആവട്ടെ, അത് നമുക്കും കൂടി അഭിമാനമല്ലേ, അതുകൊണ്ട് അവളുടെ പഠിപ്പ് നമുക്ക് നോക്കാം എന്നാണ്. അത് കഴിഞ്ഞുള്ള സീനിൽ മാമച്ചായനെ കാണിക്കുന്നുണ്ട്. മാമച്ചായൻ ഫുഡ് കഴിച്ച് നേരെ വന്ന് കട്ടിലിൽ കിടക്കുന്നത് കണ്ട് ഗ്രേസി അമ്മ ദേവതിക്കുട്ടിയെ വിളിച്ചു കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ദേവതിക്കുട്ടിയുടെ കയ്യിലൊരു പാവയ്ക്ക ജ്യൂസും ഉണ്ട്, അത് കുടിക്കാൻ നിർബന്ധിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് അവർ ബബിതയുടെ സീനാണ് കാണിക്കുന്നത്. ബബിത കോളേജിൽ പോയി തിരിച്ച് നല്ല സന്തോഷത്തോടെ വന്ന് അലീന ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ അച്ഛനായിട്ട് സംസാരിക്കുന്നുണ്ട് ബബിത. അച്ഛൻ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ബബിത പറഞ്ഞു, അലീന ചേച്ചി എല്ലാം പറഞ്ഞു ഒതുക്കിയത് കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, രോഹിയും ശരിയായി വരുന്നുണ്ട്. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, ഞാൻ അമ്മയുടെ സ്വഭാവമാണോ അച്ഛ എന്ന്, നീ നല്ല കുട്ടിയായി വരുന്നുണ്ട് എന്ന് അച്ഛൻ പറയുകയാണ്. അത് കഴിഞ്ഞ് ലീന അവർക്ക് ചായ കൊണ്ടു കൊടുക്കുകയാണ്. ദേ അച്ഛന് ചായ, ബബിതയ്ക്ക് കോഫി എന്നും പറഞ്ഞ് അലീന തിരികെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ബബിത കൃഷ്ണമോളെ നോക്കി റൂമിലേക്ക് പോവുകയാണ്. കൃഷ്ണമോളെ കണ്ട് അവൾ ഉറങ്ങുകയായിരുന്നു. അവളെ എഴുന്നേൽപ്പിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൾ ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു കോളേജ് എന്നൊക്കെ. അപ്പോൾ അലീന ചേച്ചി എല്ലാം റെഡിയാക്കിയത് കൊണ്ട് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു എന്ന്. പിന്നെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വൈജ ബബിതയെ എന്ന് വിളിച്ച് വരുന്നുണ്ട്. അപ്പോൾ അവർ ഞെട്ടി തിരിഞ്ഞു നോക്കുന്നുണ്ട്. ബബിതയോട് ചോദിക്കുന്നുണ്ട്, നീ ഇന്ന് കോളേജിൽ പോയില്ലേ, എന്നോടൊന്നും ചോദിക്കാതെയാണ് നീ പോയത്. അപ്പോൾ ബബിത പറഞ്ഞു, അലീന ചേച്ചിയും അച്ഛനും ഒരു വർഷം കളയണ്ടല്ലോ എന്ന് പറഞ്ഞ് അയച്ചതാണ്. ഓ, അവളുടെ വാക്ക് കേട്ടിട്ടാണോ നീ പോയത്? ഇവിടുത്തെ വെറും വേലക്കാരിയായ അവളുടെ വാക്ക് നീ ഇപ്പോഴും കേട്ട് നടക്കുകയാണോ? നിനക്ക് എന്നോടൊന്ന് ചോദിക്കാമായിരുന്നില്ലേ എന്ന് പറയുന്നുണ്ട് ജയന്തി. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇതിലും കുറ്റം തന്നെയാണ് പറയാനുള്ളത്. ഓ, അമ്മയാണല്ലോ ഇതിവിടുത്തെ എല്ലാ പ്രശ്നത്തിനും കാരണമല്ലേ, അല്ലെങ്കിൽ ഈ വീടും നശിപ്പിക്കാനായി വന്ന അവളോ? അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്, കോളേജിൽ പോകണോ വേണ്ടയോ അതൊന്ന് പറഞ്ഞു തരാമോ? അവളോട് തന്നെ പോയി ചോദിക്കും, നീ ഇപ്പോൾ അലീനയുടെ വാക്ക് തന്നെയല്ലേ കേൾക്കുന്നത്, നീ അവളോട് പോയി ചോദിക്കുമെന്ന് വൈജയന്തി പറയുന്നുണ്ട്. അതിനുശേഷം മാമച്ചായൻ്റെ സീനാണ് കാണിക്കുന്നത്. മാമച്ചായനോട് രേവതിക്കുട്ടി നടന്നിട്ട് വരാൻ 10 റൗണ്ട് നടന്നു വരാൻ പറഞ്ഞതാണ്. എന്നിട്ട് മുറ്റത്ത് ഇറങ്ങിയപ്പോൾ മാമച്ചായന് വെയിൽ കണ്ട് മടിയാവുന്നുണ്ട്. അത് കണ്ട് കേസിന് വേണ്ടി നടക്കാൻ പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല വെയിലല്ലേ എന്നൊക്കെ പറഞ്ഞ് മടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടത്തേക്ക് രേവതിക്കുട്ടി, എന്താ ഇവിടെ ഞാൻ കാണാത്ത ഒരു സംഭവം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം മാമച്ചായൻ പറയുന്നുണ്ട്, അത് പിന്നെ ഗ്രേസമ്മ എന്നോട് നടക്കണ്ട എന്ന് പറഞ്ഞു, വെയിലല്ലേ മാമച്ചായൻ, ഈ വെയിലത്ത് കൂടെ നടക്കണ്ട എന്ന്. അപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, അത് ശരിയാ, വെയിലല്ലേ, മാമച്ചനൊരു കാര്യം ചെയ്യും, ബേക്കിലെ പറമ്പിൽ കൂടെ ഒരു 10 റൗണ്ട് പോയി നടന്നിട്ട് വാ എന്നൊക്കെ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രേവതിക്കുട്ടിയുടെ കയ്യിൽ മാമച്ചൻ്റെ ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താ നീ എൻ്റെ ഫോണും എടുത്ത് നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, സോറി, അത് പറയാൻ മറന്നുപോയി, ഫോൺ കുറേ നേരം അവിടെ നിന്ന് ബെല്ലടിക്കുന്നുണ്ടെന്ന്. അത് പറയുമ്പോൾ തന്നെ ഫോൺ ബെല്ലടിക്കുകയും ചെയ്തു. അവരത് എടുത്ത് നോക്കുമ്പോൾ ടോണി ആയിരുന്നു. ടോണി പറയുന്നുണ്ട്, മാമച്ചൻ എനിക്കൊന്ന് കണ്ട് സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മാമച്ചൻ പറയുകയാണ്, അതിന് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് ലോങ് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല എന്ന്. അങ്ങനെ ടോണി ഇങ്ങോട്ടേക്ക് വരാൻ തീരുമാനിച്ചു, ലൊക്കേഷനൊക്കെ അയച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് പിന്നെ മനുവിൻ്റെ സീനാണ് കാണിക്കുന്നത്. മനു വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ മനുവിൻ്റെ അമ്മ എന്തായിടാ പോയ കാര്യം സംസാരിച്ചോ, ശരണ്യെ കണ്ടോ അലീനയെ കണ്ടോ സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അച്ഛൻ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛൻ മയങ്ങുകയാണ് എന്ന് പറഞ്ഞു. അച്ഛൻ എണീക്കട്ടെ, എന്നാൽ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. അത് പറ്റില്ല, ഞാൻ ഇപ്പോൾ അച്ഛനെ വിളിച്ചിട്ട് വരാം, നീ ഇവിടെ ഇരിക്കുമെന്ന് മനുവിനെ അവിടെ ഇരുത്തി മനുവിൻ്റെ അമ്മ പോയി അച്ഛനെ വിളിച്ചു വന്നു. ഇനി പറയടാ എന്താ സംഭവിച്ചത്, ശരണ്യെ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നത്, നിങ്ങൾ ശരണ്യെയും കണ്ടോ? അപ്പോൾ മനു പറയുന്നുണ്ട്, ഞാൻ അച്ഛൻ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ, ഞാൻ ഹരിക്ക് വേണ്ടിയല്ല ശരണ്യെ കാണാൻ പോയത്, അവിടെ ഒരു ഷാജി ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ അവിടെ വെച്ചിട്ട് മനുവിൻ്റെ അമ്മ, നീ ഹരിക്ക് വേണ്ടി സംസാരിച്ചില്ലേ എന്ന് പറയുന്നിടത്തിൽ ഇന്നത്തെ എപ്പിസോഡ് കഴിയുകയാണ് ഉണ്ടായത്.